അതാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പ്രതിഭ മനസ്സിലാക്കണം. ക്ഷമിച്ചേക്ക് പ്രതിഭ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആക്രാന്തം കൊണ്ടാണെന്നേ ഇതൊക്കെ കാണിക്കുന്നത്. അതങ്ങ് വിട്ടേക്ക്. അത് സിനിമാക്കാരുടെ കുഴപ്പമില്ല. അവൾ കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്ന് പറയുമ്പോൾ 10 പൈസ ഉണ്ടാക്കാനുള്ള അവസരം വന്നപ്പോൾ അവൾ കൃത്രിമ സാധനങ്ങളൊക്കെ വെച്ച് കെട്ടി ഉദ്ഘാടനത്തിന് വരുന്നു. എന്നിട്ട് എല്ലാവരും നോക്കി ഇങ്ങനെയൊക്കെ കാണിക്കും. യൗമാരെ അതോടെ കോൾമേർക്കുള്ളൂ. ഓ, ഇത്ര നേരം വെയിലത്ത് നിന്നെങ്കിൽ എന്ത് ചേച്ചി നമ്മളെ നോക്കി കാണിച്ചല്ലോ എന്ന് പറഞ്ഞ് പോകും അല്ലേ. ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇസ്മി അൻവർഷ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ കേരളത്തിന്റെ താത്വിക ആചാര്യൻ എന്ന് തന്നെ പറയാവുന്ന, എല്ലാ വിഷയത്തിലും തൻ്റെതായ രീതിയിൽ നർമ്മം കലർത്തിയ സംഭാഷണം കാഴ്ചവെക്കുന്ന നമ്മളുടെ പ്രിയങ്കരനായ ശാന്തിയുള്ള ദിനേശ് ഏട്ടൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അത് കണ്ട് ഒരുപാട് ഞാൻ ചിരിച്ചു. എങ്കിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം എന്ന് കരുതി അങ്ങനെ വന്നതാണ്. അപ്പോൾ ആരും സ്കിപ്പ് അടിച്ച് പോകരുത്. വീഡിയോ മുഴുവനായി കാണുക, നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനായി സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഇങ്ങനത്തെ കാലമാണ് പ്രതിഭ ഇപ്പോൾ കേരളത്തിൽ. നമ്മൾ മറയ്ക്കാനൊക്കെ അവകാശം വേണമെന്ന് പറഞ്ഞ് സമരം നടത്തിയ നാടാണ്. ഇപ്പോൾ മറയ്ക്കാതിരിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞാണ് ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ കുറേ കൂതറ പെമ്പിളർ ഇറങ്ങിയിരിക്കുന്നത്. അവിടെയാണ് അല്പം തുണി മാത്രം ധരിച്ച് ഫ്രണ്ടും ബാക്കും ഒക്കെ തള്ളി 5 ലക്ഷമോ 10 ലക്ഷമോ കിട്ടുമെന്നതിനാൽ സിനിമാ നടികൾ വരുന്നത്. വയറ്റ് പിഴപ്പാണ് പ്രതിഭ. അതൊക്കെ അതിനു വേണ്ടിയാണ് വരണേ. കൃത്രിമ പാഡൊക്കെ വെച്ച് കെട്ടി എന്തൊക്കെയോ മുഴപ്പിച്ചൊക്കെയാണല്ലോ വരണേ. അത് കാണാൻ ഈ സോമാലിയിലെ പിള്ളേർ, പട്ടിണി കിടക്കുന്ന പിള്ളേർ ആഹാരത്തിന് വേണ്ടി കലവില കൂടും പോലെ നട്ട വെയിലത്ത് കാളകളായ ആണുങ്ങൾ പോയി തള്ളണം കാണാൻ, ഈ ഫ്രണ്ട് ബാക്കും ഒക്കെ കാണാൻ. എന്ത് ചെയ്യാൻ പറ്റുമെന്നേ. ഇപ്പോൾ പാലസ്തീനിൽ ഭക്ഷണം വന്നപ്പോൾ, വെള്ളം വന്നപ്പോഴൊക്കെ കുട്ടികളെന്നല്ല ആബാലവൃത്തവും ആ വണ്ടിയുടെ പുറകെ ഓടുന്ന കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചത്, എറണാകുളത്ത് ഒരു ഹിന്ദി നടി വന്നല്ലോ, തുണി കൊടുക്കാത്തൊരു ഹിന്ദി നടി എറണാകുളത്ത് മുഴുവൻ ട്രാഫിക്കും ബ്ലോക്കായി. അവളെ ഒന്ന് കാണാനായിട്ട് തൊടാനും കൂടെ ഉള്ള സൗകര്യം കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. അതാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പ്രതിഭ മനസ്സിലാക്കണം. ക്ഷമിച്ചേക്ക് പ്രതിഭ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആക്രാന്തം കൊണ്ടാണെന്നേ ഇതൊക്കെ കാണിക്കുന്നത്. അതങ്ങ് വിട്ടേക്ക്. അത് സിനിമാക്കാരുടെ കുഴപ്പമില്ല. അവൾ കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്ന് പറയുമ്പോൾ 10 പൈസ ഉണ്ടാക്കാനുള്ള അവസരം വന്നപ്പോൾ അവൾ കൃത്രിമ സാധനങ്ങളൊക്കെ വെച്ച് കെട്ടി ഉദ്ഘാടനത്തിന് വരുന്നു. എന്നിട്ട് എല്ലാവരും നോക്കി ഇങ്ങനെയൊക്കെ കാണിക്കും. യൗമാരെ അതോടെ കോൾമേർക്കുള്ളൂ. ഓ, ഇത്ര നേരം വെയിലത്ത് നിന്നെങ്കിൽ എന്ത് ചേച്ചി നമ്മളെ നോക്കി കാണിച്ചല്ലോ എന്ന് പറഞ്ഞ് പോകും അല്ലേ. അതുപോട്ടെ സുരേഷേ, താങ്കളടക്കം ഒരു 10-40 മന്ദബുദ്ധികളെ സിനിമകൾ വെട്ടിമുറിക്കാനായി കയറ്റി വിട്ടിട്ടുണ്ടല്ലോ തിരുവല്ലം കുന്നിലേക്ക്. അവരുടെ ഒരു മീറ്റിംഗ് വിളിച്ച് നിങ്ങൾ സിനിമകൾ കണ്ട് ഏത് സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് ചിന്തിക്കുമ്പോൾ കോളാമ്പി, പറ, ചാരുകസേര, കിണ്ടി, വാള്, ചുവന്ന പട്ട്, ഓറഞ്ച് കൊടി, ഇതൊക്കെ ഉള്ളതിന് ഏത് കൂതർപ്പടായാലും സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഹലാല്, തക്ബീർ, ഹിമാർ മുതലായ ഡയലോഗും പച്ച നിറവും കണ്ടാൽ വെട്ടി നുറുക്കി സർട്ടിഫിക്കറ്റും കൊടുക്കുന്ന പണി നിർത്താൻ സുരേഷ് ഒന്ന് പറഞ്ഞു നോക്കണം. സുരേഷ് ഗോപി പറയും പോലെ അമൃതത്വമൊന്നും വേണ്ട. സുരേഷ് ഒന്ന് പറഞ്ഞു നോക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സുരേഷ് കർശനമായി ഈ സെൻസർ ബോർഡ് മെമ്പർമാരുടെ മീറ്റിംഗ് നിങ്ങൾ ഈ സാംസ്കാരിക സെല്ലിൻ്റെ തലവനായതിൻ്റെ പേരിൽ വിളിച്ചു കൂട്ടിയിട്ട് ഒരു കാര്യമുണ്ടല്ലോ, ഈ നമ്മുടെ ഈ മലയാള സിനിമയെ അവലോകനം ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ ആനുകാലിക വിഷയങ്ങൾ അവലോകനം ചെയ്യുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിപ്പെട്ട ആളാണ് ഈ ശാന്തിയുള്ള ദിനേശ് എന്ന് പറയുന്ന ഈ ചേട്ടൻ. കാര്യം ഈ പുള്ളിയുടെ സംസാര ശൈലി, ആരെയും കൂസാത്ത വർത്തമാനം, അത് രണ്ടുമാണ് ചിരിക്കാൻ നമുക്ക് ഒരുപാട്. അപ്പോൾ ഞാൻ പുള്ളിയെ ഒരുപാട് കാലമായിട്ട് ആ ദിലീപ് ഇഷ്യൂ മുതലേ വാച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം പുള്ളിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ചാനലിലെയും വീഡിയോ ഫസ്റ്റ് ഡേ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കാണാനും ശ്രമിക്കാറുണ്ട്. അപ്പം നമുക്ക് ബാക്കി ഭാഗം കൂടി കാണാം. ആരും സ്കിപ്പ് അടിച്ച് പോകല്. നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക കൂട്ടത്തിൽ. ഓക്കെ. ഞങ്ങൾക്ക് സിനിമാക്കാർക്കും ഞാനടക്കം, അതായത് സുരേഷ് കുമാർ ഒരു BJP-കാരനായ ഞാനടക്കമുള്ളവരെ നാറ്റുന്ന രീതിയിൽ, കേരളത്തിൻ്റെ മുന്നിൽ തലകുനിക്കേണ്ടി വരുന്ന രീതിയിൽ സെൻസർ ബോർഡിൽ ഇരുന്നുകൊണ്ട് വങ്കത്തരങ്ങൾ കാണിക്കരുതെന്ന് ഈ 10-40 എണ്ണത്തിനെ വിളിച്ച് സുരേഷ് ഒരു മീറ്റിംഗ് കൂടി പറയണമെന്നാണ് എനിക്ക് ഈ പുതിയ സ്ഥാനലബ്ധി കിട്ടിയ സുരേഷ് കുമാറിനോട് പറയാനുള്ളത്. കേന്ദ്ര ഗവൺമെൻറ് ശുപാർശ ചെയ്യുന്ന ഒരു അഡ്വൈസറി പാനൽ പ്രാദേശികമായി കേന്ദ്രം ആര് ഭരിക്കുന്നു അവർ രൂപീകരിക്കും. അതിൽ നിന്ന് 2 സ്ത്രീകളിൽ കുറയാത്ത ഒരു പാനലും സെൻസർ ബോർഡിൻ്റെ പ്രാദേശിക ഉദ്യോഗസ്ഥയും കൂടി അണ്ടിപ്പരിപ്പും ബദാമും കപ്പപ്പഴവും നിർമ്മാതാവിൻ്റെ ചെലവിൽ വാരിത്തിന്ന് കോളയോ
ഹോർലിക്സോ കുടിച്ചിരുന്നിട്ട് നമ്മൾ കൊണ്ടുചെല്ലുന്ന സിനിമ തിരുവല്ലത്ത് കുന്നിലിരുന്ന് കാണും. വലിയ വീട്ടിലെ കൊച്ചമ്മമാരാകും സ്ത്രീ പാനലിസ്റ്റുകൾ പണ്ട്, ഇപ്പോഴല്ല. തലയിൽ ഒരു കേട്ട് കണ്ണട ഫിറ്റ് ചെയ്ത് പഴയകാല നമ്മളെ എന്താ പറയുക, പഴയകാല മീനെ അടക്കം ഒരുപാട് പേര് വെച്ചിട്ടുണ്ട്. അവരൊക്കെ വയ്ക്കുന്ന പോലത്തെ വലിയ ഒരു വിഗ് പോലെ ഉള്ള ഒരു തലമുടിയൊക്കെ വെച്ച് കെട്ടി, ഓക്കാനം വരുന്ന തരത്തിലുള്ള നിറങ്ങളിലുള്ള ലിപ്സ്റ്റിക്കൊക്കെ വാരി പുരട്ടി, റോസ് പൗഡറൊക്കെ അടിച്ച്, കൈയൊന്നുമില്ലാത്ത ജാക്കറ്റൊക്കെ ഇട്ട്, പൊക്കിൾ താഴ്ത്തി, സാരി ഇപ്പോൾ ഊരിപ്പോകുന്ന മട്ടിലെടുത്ത്, ഒരു ചാക്ക് ചാണകം നിറച്ചതുപോലെ ഒരു വാനിറ്റി ബാഗും തൂക്കി നിർമ്മാതാവ് അയച്ചു കൊടുക്കുന്ന കാറിൽ വന്നിറങ്ങുന്നത് കാണാനൊരു കാഴ്ചയായിരുന്നു അക്കാലത്ത്. ഞാൻ മദ്രാസിൽ ഒരുപാട് കാലത്ത് ഈ സെൻസറിൽ നടക്കുന്നിടത്ത് നിന്നിട്ടുണ്ട് ഈ അമ്മച്ചിമാർ വന്നിറങ്ങുന്നത് കാണാൻ. മദ്രാസിൽ സെൻസറിൽ ഇതൊരു സ്ഥിരം കാഴ്ചയായിരുന്നു. കാക്കയ്ക്ക് വിശപ്പ് മാറി, പശുവിന് കടിയും മാറി എന്ന് പറഞ്ഞ കണക്ക് ഞാൻ കാണിക്കേണ്ടതെല്ലാം കാണിച്ചെന്ന തൃപ്തി അവർക്കും. പൂരത്തിന് പുലികളി കണ്ടതുപോലെ എന്നെ പോലെയുള്ള ബാലകന്മാർ നിൽക്കുമായിരുന്നു അവരെ കാണാൻ. വേഷം അങ്ങനത്തെ വൾഗാരിറ്റിയുള്ള വേഷത്തിലാണ് വരണത്. ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ ഒട്ടും വിവരമില്ലാത്തവരാണ് ഈ പണിക്ക് വരുന്നവർ എന്ന് മാത്രം. രാജീവ് ചന്ദ്രശേഖരൻ്റെ പട്ടിയെ കുളിപ്പിക്കുന്നവനും സുരേഷ് കുമാറിൻ്റെ അടുക്കളക്കാരിയും ഒക്കെ ഇപ്പോൾ സെൻസർ ബോർഡ് മെമ്പർമാരാണ്. ഈ പണിയൊക്കെ കരുണാകരൻ്റെ വീട്ടിൽ ചെയ്തിരുന്ന ഒരു കാലമുണ്ട് പലരും. കേന്ദ്രം ആര് ഭരിക്കുമോ അവരോട് ഒട്ടി നിൽക്കുന്നവർക്കാണ് ഈ സെൻസർ ബോർഡിൽ ഈ അംഗത്വം കിട്ടുന്നത്, അംഗമാകാൻ പറ്റുന്നത്, സെൻസർ ബോർഡ് മെമ്പറാകാൻ പറ്റുന്നത്. ഇവരുടെയൊക്കെ സിനിമ കണ്ട് ഏത് സർട്ടിഫിക്കറ്റ് നൽകണം, ഏതൊക്കെ കട്ട് ചെയ്ത് കളയണം എന്നൊക്കെ ഇപ്പോൾ തീരുമാനിക്കുന്നത് സാധാ സിനിമ എടുക്കുന്ന സംവിധായകൻ്റെ മുന്നിൽ പോലും ഇരിക്കാത്ത കാവിച്ചരട് കയ്യിൽ കെട്ടിയത് മാത്രം പരിഗണിച്ച് സിനിമ സ്റ്റില്ലെടുക്കുന്നവനും സുരേഷ് ഗോപിയുടെയും സുരേഷ് കുമാറിൻ്റെയും ഒക്കെ എർത്തായി നടക്കുന്നവന്മാരുമൊക്കെയാണ്, അതിലൊക്കെ PhD എടുത്തവന്മാരാണ് ഇപ്പോൾ സെൻസർ ബോർഡ് മെമ്പേഴ്സ്. ഇവനൊക്കെയാണ് ഇപ്പോൾ മലയാള സിനിമയിലെ അല്ലെങ്കിൽ കുറേ അമ്മച്ചിമാർ, ഇവരാണ് തീരുമാനിക്കുന്നത്, കൊച്ചമ്മമാരുമാണ് തീരുമാനിക്കുന്നത്. ഒരു സിനിമയിൽ എന്തൊക്കെ പറയണം, എന്തൊക്കെ പറയണ്ട, എങ്ങനെ എടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇവരാണ് തിരുവല്ലത്തിരുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ നോക്കിയേ, ഒരു പടം സെൻസറിങ്ങിന് വന്നപ്പോൾ നായകൻ മുസ്ലിം നടനാണല്ലോ, ഈ പറയുന്ന അബിയുടെ മകൻ ഷൈനികം. പടത്തിൻ്റെ പേര് ഹാൽ. പടം മുഴുവൻ വെട്ടിക്കളിക്കുകയാണത്രേ സെൻസർ പണ്ഡിതന്മാർ. ബീഫ് ബിരിയാണി കഴിക്കുന്ന സീൻ അടക്കം 15 വെട്ടാൻ സമ്മതിച്ചാൽ സർട്ടിഫിക്കറ്റ് തരാൻ നോക്കാം എന്നാണ് ഇവൻ്റെയൊക്കെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഇവൻ്റെയൊക്കെ അച്ഛൻ സമ്പാദിച്ച പോലെയാണ് പറയുന്നത്. കോടിക്കണക്കിന് രൂപ മുടക്കിയെടുത്ത സിനിമ ബീഫ് ബിരിയാണി കട്ട് ചെയ്ത് തന്നാൽ, അല്ലെങ്കിൽ അതടക്കം ഒരു 15 കട്ട് ചെയ്ത് തന്നാൽ നിൻ്റെ ഈ സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റെങ്കിലും തരാൻ നോക്കാം എന്നാണ് വിവരം കെട്ട വിവരദോഷികൾ സെൻസർ ബോർഡ് മെമ്പർമാരെന്നുള്ള ചാപ്പ കുത്തിയിരുന്നുകൊണ്ട് സംസാരിക്കുന്നത്. ധ്വജപ്രണാമം, സംഘം കാവലുണ്ട് തുടങ്ങിയ വാക്കുകൾ കട്ട് ചെയ്യണമെന്നാണ് ഈ 15 കട്ടിൽ ഒന്ന് ഇതൊക്കെയാണ്. ധ്വജപ്രണാമം എന്ന് പറയരുത്, സംഘം കാവലുണ്ട് എന്നും പറയരുത്. രാമായണത്തിലെ നായിക സീതയുടെ പേരിൻ്റെ പര്യായമായ ജാനകി എന്ന് പേരിട്ടതിൻ്റെ പേരിൽ പാര പണിഞ്ഞവന്മാരാണ് ഈ പാഴുകൾ. സിനിമ നിർമ്മിച്ചവൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഈ സിനിമ എടുത്തവർക്ക് ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണ് എന്ന് ഞാൻ പറയും. ദേശീയ പതാകയെ, നമ്മളൊക്കെ ബഹുമാനത്തോടെ കാണുന്ന ദേശീയ പതാകയെ 3 പീറ തുണി കൂട്ടിക്കെട്ടിയാൽ ദേശീയ പതാക ആകില്ല എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഉള്ള നാടാണ് കേരളം. ഒരു പുല്ലും സംഭവിച്ചില്ല, ആരും ഒന്നും ചെയ്തില്ല. 3 പീറ തുണികളെടുത്ത് 3 കളറുള്ള 3 പീറ തുണി കെട്ടിയാൽ ദേശീയ പതാക ആവുമെന്ന് ചോദിച്ചവൾ പിള്ളേരെ പഠിപ്പിക്കുന്ന അധ്യാപികയാണ്. ഇവിടുത്തെ ഒരു സർക്കാരും അവളെ ഒരു ചുല്ലും ചെയ്തില്ല എന്നുള്ളതാണ്. സെൻസർ കടമ കടക്കാൻ ധ്വജപ്രണാമം എന്നതിന് പകരം അവരതിൽ കോണക പ്രണാമം എന്നാക്കിയാൽ മതിയായിരുന്നു. സെൻസർ കിട്ടിയെന്നെ. കാരണം ധ്വജ എന്ന് പറഞ്ഞതാണ് പ്രശ്നം. ധ്വജ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അച്ഛൻ സമ്പാദിച്ചതാണെന്നാണ് അവന്മാർ കരുതി വെച്ചേക്കണേ. ഷൂ നക്കികൾ കാവലുണ്ട് എന്ന് പറഞ്ഞാലും മലയാളിക്ക് സംഗതി പിടികിട്ടും. നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാതെ സംഘം കാവലുണ്ടെന്നൊക്കെ എഴുതി വെച്ചേ? ഷൂ നക്കികൾ കാവലുണ്ട് എന്ന് എഴുതിയാൽ പോരെ. നമ്മൾ സിനിമ രാഷ്ട്രീയം പറയാൻ പാടില്ല എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഞാൻ ഇപ്പോൾ അതാ ലൈഫ് ക്യാമറയിലൂടെ ഇതൊക്കെ പറയേണ്ടി വരുന്നത് ഗതികേട് കൊണ്ടാണ്. ഒരു സിനിമ എടുത്തു പോയി എന്നുള്ളൊരു കുറ്റത്തിന് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ വാലാട്ടികളാണ് എന്ന് വെച്ചിട്ട് കെട്ടും പൊട്ടും ഒക്കെ ഉള്ള കുറേ എണ്ണം തിരുവല്ലത്ത് കുന്നിലിരുന്ന് കാണിക്കുന്ന പോക്കൃത്തനങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ ഉള്ളിടത്ത് ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു, സംഘം കാവലുണ്ട് എന്നതിന് പകരം ഷൂ നക്കികൾ കാവലുണ്ട് എന്ന് പറഞ്ഞാലും മലയാളിക്ക് സംഗതി പിടികിട്ടി. ഇനി സെൻസറിങ് നടന്നെ. ഷൂ നക്കി എന്ന് പറഞ്ഞാൽ ആർക്കും സെൻസർ ചെയ്യാതിരിക്കാൻ ഒക്കില്ലല്ലോ. ബീഫ് ബിരിയാണി കാണിച്ചിട്ട് ഇത് കാള ബിരിയാണി എന്ന് സബ് ടൈറ്റിൽ കാണിച്ചാൽ
മതിയായിരുന്നു, ഇവർക്കൊന്നും ചെയ്യാൻ ഒക്കില്ല. ഇത് കാള ബിരിയാണിയാണ് എന്നെഴുതി കാണിച്ചാൽ മതിയായിരുന്നു. കാള ഏതോ ദൈവത്തിൻ്റെ മൃഗമാണ്. ഇപ്പം ഞാൻ കേട്ടെ എലിയെ കൊല്ലാൻ ഒക്കില്ല, ഗണപതിയുടെ വാഹനമല്ലേ. ഇവിടുത്തെ ഒരു 16,008 ദൈവങ്ങളുണ്ട് ഹൈന്ദവതയിൽ. അവർക്കെല്ലാം ഓരോ വാഹനങ്ങളുമുണ്ട്. അപ്പോൾ ആ വാഹനങ്ങളെയൊക്കെ ഇനിയിപ്പോൾ ഈ സിനിമയിൽ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ സൂക്ഷിക്കണം. അതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ ബീഫ് ബിരിയാണി എന്നുള്ള ആ ബീഫ് ബിരിയാണി തിന്നുന്നിടത്ത് ഇത് കാളയിലുണ്ടാക്കിയ ബിരിയാണിയാണ് എന്ന് എഴുതി കാണിച്ചാൽ മതി, പ്രശ്നം തീർന്നേനെ. കാണിക്കാനും പറയാനുള്ളതെല്ലാം എടുത്ത് കയറ്റി OTTയിൽ കാണിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ സെൻസർ വേണ്ടല്ലോ, യൗമാരൊന്നും ഒരു ചുക്ക് ചെയ്യില്ല. എനിക്ക് പറയാനുള്ളത്, കേരളത്തിൽ ഈ സെൻസർ ബോർഡ് പോലുള്ള ചില സ്ഥാപനങ്ങൾ ഇങ്ങനെ വങ്കത്തരങ്ങൾ കാണിച്ചാലേ കേരളത്തിൽ BJP ക്ലച്ച് പിടിക്കാതിരിക്കൂ. കാരണം ജനത്തിന് മനസ്സിലാവുമല്ലോ ഇവനൊക്കെ ഇങ്ങനെയൊക്കെയാണല്ലോ കാണിക്കുന്നത്. കഷ്ടമായിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ എന്താ പറയുക, കേന്ദ്രത്തിലൊരു സഹമന്ത്രിയുണ്ട്, അയാൾ ചെയ്ത സിനിമയുടെ പേരിൽ നിന്നാണ് ജാനകി മാറ്റാൻ പറഞ്ഞത്. അപ്പോൾ അയാൾക്ക് എത്ര വിലയുണ്ടെന്ന് ആലോചിച്ച് നോക്കി. അയാൾക്ക് പട്ടിയുടെ വിലയുണ്ടോ ഈ സെൻസർ ബോർഡ് മെമ്പർമാരുടെ മുന്നിൽ? അയാൾ അഭിനയിച്ച പടത്തിൽ ജാനകി എന്ന് പേരിട്ടാൽ അത് സീതയുടെ പര്യായമാണ്, സെൻസറിങ് നടക്കില്ല. അയാളുടെ പടം തിയേറ്ററിൽ കാണിക്കേണ്ടെന്ന് തീരുമാനിക്കുമ്പം നാണമുണ്ടെങ്കിൽ അന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച് പോകേണ്ട അയാൾ പോവില്ല. ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ രാജിവെക്കാമെന്ന്, വേറെ ആക്കോ ആ പോസ്റ്റ് കൊടുത്താൽ എനിക്ക് വരുമാനമില്ല, പിച്ചക്കാരനായി എന്നൊക്കെ പറയണം. അടുപ്പി സാംസ്കാരിക സെൽ സംസ്ഥാന കൺവീനറായി സുരേഷിനെ തിരഞ്ഞെടുത്തു. സുരേഷ് കുമാർ അറിവ് വെച്ച കാലം മുതൽ സംഖ്യയാണ്. അത് പറയാൻ എന്താ പറയുക, അധികാരം കിട്ടേണ്ടിയൊന്നും വന്നില്ല. സിനിമയിൽ നിന്നും കാവി കെട്ടിയ ഒരുത്തനും അയോഗ്യത പറയാനും ആവില്ല. 100% അവസരവാദികളാണ് മറ്റുള്ളതൊക്കെ. സുരേഷ് കുമാർ അവസരവാദിയല്ല. ഇപ്പം തന്നെ ഇവിടെ ഒരുത്തൻ മാപ്പിള ലഹളയിലെ നായന്മാർക്കുണ്ടായ ദ്രോഹങ്ങൾ സിനിമയാക്കി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് മണ്ടന്മാരിൽ നിന്നും കോടികൾ പിരിച്ചു. 10 പൈസ മടക്കി കൊടുക്കാതെ ഒരു ടെലിഫിലിമിനേക്കാൾ നിലവാരം ഇല്ലാത്ത സാധനം തട്ടിക്കൂട്ടിയിട്ട് ഞാൻ നിങ്ങളെ പാർട്ടി വിട്ട് പോവുകയാണേ എന്നും പറഞ്ഞ് BJP വിട്ടങ്ങ് പോയി. വാർത്താ ചാനലുകളിൽ ഒരു ശല്യത്തിൻ്റെ കുറവ് വന്നു എന്ന് മാത്രമേ ഞാൻ പറയൂ. നമ്മുടെ TG മോഹൻദാസൊക്കെ താമരസിംഹൻ നമ്മുടെ നേതാവ് എന്നൊക്കെ വിളിച്ചു കൂകിയത് മിച്ചം. ശരി, ഇതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത്. പ്രതിഭ തൻ്റെ നിയോജക മണ്ഡലത്തിൽ നടന്ന നളന്ദ നാടകോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഇത്രയ്ക്ക് വായ്നോക്കികളാണോ കേരളത്തിലുള്ളവർ എന്നാണ് പ്രതിഭ ചോദിച്ചത്. തുണിയെടുക്കാത്ത ഒരാൾ വന്നാൽ എല്ലാവരും അങ്ങോട്ട് ഇടിച്ചു കയറുന്ന കാലമാണിപ്പോൾ. തുണിയെടുത്ത് വരാൻ കടക്കാരെങ്കിലും പറയണം എന്നാണ് സിനിമാ നടികളെക്കുറിച്ചാണ് പ്രതിഭ പറയുന്നത്. തുണി ഉടുക്കാനും ഉടുക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ മാന്യമായി വസ്ത്രം ധരിക്കേണ്ടത് ആവശ്യമാണെന്നും പ്രതിഭ MLA പറയുന്നു. സിനിമാക്കാരോട് മലയാളിക്ക് ഒരു തരം ഭ്രാന്താണെന്നും തുണിയുടുക്കാത്ത അല്ലെങ്കിൽ ഉടുപ്പിക്കാത്ത താരങ്ങളെ കൊണ്ടുവരുന്നത് കേരളത്തിൻ്റെ പുതിയ സംസ്കാരമാണെന്നും പ്രതിഭ പറഞ്ഞു. മോഹൻലാലിനും ബിഗ് ബോസിനും വരെ ഒട്ടുകൊടുത്തു പ്രതിഭ. ലൈംഗിക ദാരിദ്ര്യമുള്ള നാടാണ് കേരളം എന്ന് മനസ്സിലാക്കാൻ പ്രതിഭയില്ലാത്തതാണ് പ്രശ്നം എന്ന് ഞാൻ പറയും. മലയാളിക്ക് ലൈംഗിക ദാരിദ്ര്യം ഇല്ലെങ്കിൽ, ലൈംഗിക ദാരിദ്ര്യം എന്നൊരു ചിന്ത ഇല്ല എങ്കിൽ 1000-1500 എപ്പിസോഡ് ഇവിടെ സീരിയൽ എന്ന് പറഞ്ഞു പോകുന്ന അലവലാതി പ്രോഗ്രാം ഉണ്ടല്ലോ, അതെങ്ങനെയാണ് 1000-1500 എപ്പിസോഡ് പോകുന്നത്? മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി സമരം ചെയ്ത നാടല്ലേ പ്രതിഭയെ കേരളം. ഇന്നാണെങ്കിലോ പ്രതിഭ പരാതി കൊടുക്കും എന്ന പേടി കൊണ്ട് ഞാനൊരു വീഡിയോ അയക്കുന്നില്ല. എൻ്റെ കയ്യിലുള്ള കാള പോലെയായ 10-25 വയസ്സായ ഒരു പെണ്ണ് മറക്കേണ്ടതെല്ലാം അഴിച്ചിട്ട് കൊടുത്തിട്ട് അവളുടെ മാറൽ ഒപ്പം മറ്റ് പലയിടത്തും ടാറ്റു വരയ്ക്കുന്ന, അതിനുവേണ്ടി കിടന്നു കൊടുക്കുന്ന ഒരു വീഡിയോ എനിക്കൊരാൾ അയച്ചു. സാറേ ഇതിനെപ്പറ്റി പറയണോ? ഞാൻ അകത്തായി പോകില്ലേ? ഒന്നാമത് ആ പെണ്ണിൻ്റെ പെർമിഷൻ വേണം, രണ്ടാമത് ഇത്തരം കാര്യങ്ങൾ നമ്മളെ ചാനലിൽ പറയാൻ പറ്റുമോ? തുണി കൊടുക്കാതെ ഒരു മലയാളി പെണ്ണ് നോവുന്നു, വേദനിക്കുന്നു, ചേട്ടാ വിടിച്ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ബലാത്സംഗം ചെയ്യുമ്പോഴാണ് ഈ മാറിൽ മറ്റേ ടാറ്റു വരയ്ക്കുന്ന വിഷയം വെച്ച്. അത് നല്ല കറക്റ്റ് ആവാൻ വേണ്ടി അവൻ കാണിക്കുന്ന വിക്രികൾ വേണം കാണാൻ. ഞാൻ ആലോചിക്കായിരുന്നു മലയാളിക്ക് എന്ത് പറ്റിയെന്ന്. 10-25 വയസ്സുള്ള പെണ്ണാണ്. എൻ്റെ കയ്യിൽ ആ വീഡിയോ ഇരിക്കുകയാണ്. പ്രതിഭയ്ക്ക് അയച്ചു കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ പ്രിയമുള്ളവരെ, ഇതാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പങ്കുവച്ച വീഡിയോ. ഇത് വ്യക്തിപരമായി ഞാൻ ആരെയും ആക്ഷേപിക്കാനോ കളിയാക്കാനോ വേണ്ടിയല്ല, ഒരു പാർട്ടിയെ കുറ്റം പറയാൻ വേണ്ടിയല്ല. ഇദ്ദേഹത്തിൻ്റെ സംസാരവും ഇദ്ദേഹത്തിൻ്റെ ശൈലിയും കേട്ടപ്പോൾ ഞാൻ ഒരുപാട് ചിരിച്ചു. എങ്കിൽ നിങ്ങളുമായിട്ട് അത് പങ്കുവെക്കാം എന്ന് കരുതി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് റിയാക്ഷൻ ചെയ്യൂ എന്നുള്ളത്. അപ്പോൾ എല്ലാവരെയും നമുക്ക് വേറൊരു വീഡിയോയുമായി കാണാമെന്ന് പ്രതീക്ഷയോടുകൂടി ഇന്നത്തേക്ക് ബൈ പറയുന്നു. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. താങ്ക്